ഹലോ. അങ്ങനെ കാട്ടാളൻ ദ ഹണ്ടർ കണ്ടു. ലാസ്റ്റ് വീക്ക് ദൃശ്യം 3 കണ്ടു. ഇപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേ കാണണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. കാട്ടാളൻ ദ ഹണ്ടർ ട്രെയിലറൊക്കെ കണ്ടിട്ട് വളരെ അധികം എക്സ്പെക്റ്റേഷൻസിൽ പോയി കണ്ട ഫിലിമാണ്. പിന്നെ എക്സ്പെക്റ്റേഷൻസിനൊത്ത് സിനിമ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. കാരണം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പല സിനിമകൾ നമുക്ക് ഈ ഒരു തീം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പുഷ്പ, പിന്നെ KGF, ഇതെല്ലാം അങ്ങനത്തെ ഒരു മാസ് രീതിയിൽ എടുക്കാൻ ശ്രമിച്ച സിനിമയാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സൊക്കെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതർ ദാൻ ആ ഒരു സംഭവം, ഒരു ഫോറസ്റ്റ് ചെന്ന് പോച്ചിങ് നടത്തുക, എലിഫൻസിൻ്റെ കൊമ്പെടുക്കുക, അതുകൊണ്ട് ആ ഒരു കാർട്ടലിനെ കുറിച്ചുള്ള ഫിലിമാണ്. സോ യുനോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സോ ഒരു വീരപ്പൻ ഫോറസ്റ്റ് ബ്രിഗാൻഡ് വീരപ്പൻ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു, സോ അതിൻ്റെ ഒരു റീക്രിയേഷൻ. പക്ഷേ വേറെ പല കോമ്പറ്റീറ്റേഴ്സും അവിടെ വരുന്നു. കാർട്ടൽ കൈകാര്യം ചെയ്യാനും ഓൾമോസ്റ്റ് ടേക്ക് ഓവർ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. ആൻ്റണി വർഗീസ് വാസ് ഗുഡ്, ഓക്കെ, ബട്ട് നോട്ട് ആസ് സ്വീറ്റ് ആസ് അങ്കമാലി ഡയറീസ് അല്ലെങ്കിൽ RDX. അതുപോലെ അത് വേറൊരു ലെവലായിരുന്നു പുള്ളിയുടെ. പിന്നെ ഓഫ് കോഴ്സ് യു ഹാവ് ഓൾ ദി സോ കോൾഡ് വില്ലൻസ്. ഇത് എല്ലാം ഇടിയാണ്, മൊത്തം ആക്ഷൻ മൂവീസാണ്. എനിക്ക് ശരിക്കും ആക്ഷൻ മൂവീസിനോട് വലിയ താല്പര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഡോസ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ആക്ഷൻ ത്രൂ ഔട്ട് ആക്ഷനാണ്. സോ സ്ക്രീൻ പ്ലേ എവിടെ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ആക്ച്വലി ഇത് അവരുടെ ഈ ഒരു കാർട്ടൽ ടേക്ക് ഓവർ ചെയ്യാനുള്ളൊരു ആക്ഷനാണ് നടക്കുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ചൊരു സ്ക്രീൻ പ്ലേയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് കൈവശം ഉള്ള കാരണം they thought they can somehow manage to bring out a very good film. പക്ഷേ ഇത് സെക്കൻഡ് ഡേ ആണ്. ഐ കുഡ് മേക്ക് ഔട്ട് അത് ഓഡിയൻസിൻ്റെ ഒരു പൾസ്. സീറ്റ്സ് ഓൾമോസ്റ്റ് എംറ്റി ആയിരുന്നു. 70% എംറ്റി സീറ്റ്സ് ആയിരുന്നു. ഹാർഡ്ലി 30% ഓക്യുപ്പൻസി ഉള്ളായിരുന്നു. കോട്ടയം ആനന്ദിലാണ് കണ്ടത്. സോ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആയിരുന്നു, വെരി ഹൈ ആയിരുന്നു, ബിക്കോസ് ട്രെയിലർ വാസ് സോ ഗുഡ്. ബട്ട് very disappointing, and on a rating of 10 ഞാനൊരു 5, not more than 5, 4 or 5, 4.5, 5 ആണ് കൊടുക്കുന്നത്. പക്ഷേ ടെക്നിക്കൽ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഫിലിം വുഡ് ഹാവ് ബീൻ ഫ്ലാറ്റ്. there would have been nothing in it. So of course ആക്ഷൻ ഇഷ്ടമുള്ളവർക്ക് ഇറ്റ്സ് എ ടൈം പാസ്. ത്രൂ ഔട്ട് ആക്ഷൻ മൂവിയാണ്. You can enjoy popcorn കഴിച്ചുകൊണ്ട്. You can enjoy the movie, and other than that, that's it, guys. So that's about the movie, and hopefully I get to see some better movies in the coming weeks. ദൃശ്യം കണ്ട ആ എഫക്റ്റ് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, ബിക്കോസ് ദാറ്റ് വാസ് എ ഗുഡ് മൂവി. ആൻഡ് ആ ഒരു കമ്പാരിസൺ, ആ ഒരു സ്കെയിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ബൈ.